ഹായ് ഹലോ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോഴേ ഇന്ന് അനിയത്തിൻ്റെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അനിയത്തിനെ കല്യാണം കഴിച്ചത് ബാംഗ്ലൂർ കോലാറ് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടുന്ന് അവിടെ അമ്മായിയമ്മയും പെങ്ങന്മാരും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഉണ്ടാക്കിയ ഒരു ബിരിയാണിയാണ്, അവിടുത്തെ ബിരിയാണിയാണ് കേട്ടോ. അപ്പോഴേ ഞാൻ അതിന് വോയിസ് ഓവർ കൊടുക്കട്ടെ ചെയ്തത്. അവിടെ മ്യൂസിക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് കുടിക്കാനുള്ള വെള്ളം അവർക്ക് ചൂടുവെള്ളമേ പറ്റുള്ളൂ. ചൂടുള്ള വെള്ളം അവർ ഭക്ഷണത്തിൻ്റെ കൂടെ കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുക ചെയ്തത്. മ്യൂസിക് കേട്ടാൽ അത് കോപ്പിറൈറ്റ് ആവും വിചാരിച്ചിട്ട് അവിടെ അമ്മായിയമ്മയാണ് കേട്ടോ ഈ ഭക്ഷണം വിളമ്പുന്നത്. കോലാറിന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവരെ ചോറ് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ബീഫ് ബിരിയാണിയാണ് കേട്ടോ. നല്ല ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ അധികം സ്ഥലമൊന്നും ഇല്ല കേട്ടോ, കുഞ്ഞു ഷെഡാണ് കേട്ടോ. എന്നെപ്പോലെ തന്നെ അവളൊരു ചെറിയ ഷെഡിലാണ്. അപ്പോൾ അതാ ഭക്ഷണം വിളമ്പാൻ വേണ്ടി നിലത്ത് പായ വിരിച്ചിട്ടുണ്ട്. കുഞ്ഞാണിയൊക്കെ ഉണ്ട്. അത് അവിടെ അനിയത്തിൻ്റെ ഹസ്ബൻഡാണ്. ആദ്യം കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ വിളമ്പി കൊടുത്തത്. ആദ്യം ഞാനാണ് വിളമ്പി കൊടുത്തത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ടേബിളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വിളമ്പി കൊടുത്തതൊക്കെ. ഇങ്ങനെ മുട്ട് കുത്തി ഇരുന്നിട്ടാണ് ചോറ് വിളമ്പി കൊടുത്തത് കേട്ടോ. അപ്പോൾ പിന്നെ അനിയത്തിക്കും പെട്ടെന്നൊരു വീടൊക്കെ ആയിട്ട് നല്ലൊരു ടേബിളൊക്കെ ഇടാൻ പറ്റുന്ന വീടൊക്കെ ആവണം. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. എൻ്റെ അനിയത്തി ഒരു കുഞ്ഞു ഷെഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ എല്ലാവരും സഹായിക്കാൻ മാത്രമേ അവൾക്ക് അറിയുള്ളൂ കേട്ടോ. പക്ഷെ അവൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണേ. അപ്പോൾ അതാ ബിരിയാണി ഞാനും കഴിച്ചു. ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ മണം അത് പൊട്ടിച്ചപ്പോൾ തന്നെ അങ്ങോട്ട് വന്നു കേട്ടോ. എന്തായാലും അവർക്കൊക്കെ നല്ല കൈപ്പുണ്യം തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഞാനത് പറയുകയും ചെയ്തു കേട്ടോ. അവിടെ ഉമ്മ ഉണ്ടാക്കി നല്ല ചൂടുള്ള ബീഫ് ബിരിയാണി കേട്ടോ. അപ്പം ഞാനും കുറേ കഴിച്ചിട്ടോ. എനിക്ക് അങ്കണവാടി ലീവുള്ള ദിവസമായിരുന്നു ഇട്ടത്. അങ്കണവാടി പോവലില്ല, എനിക്ക് വേറെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അങ്കണവാടിക്ക് ഞാൻ അങ്ങനെ പോവാറില്ല, വല്ലപ്പോഴും പോവാറുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഡ്യൂട്ടീൻ്റെ ഇടയിൽ ഓടി വന്നതാണ് കേട്ടോ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മ്യൂസിക് ആയതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുക ചെയ്തത്. പിന്നെയും ഞാൻ ചോറ് വാരി കഴിക്കണം. അത് കഴിഞ്ഞിട്ട് അവരിവിടെ ഈ ഒരു സാധനം ഉണ്ടാക്കി കേട്ടോ, ഗുലാബ് ജാൻ. അല്ലാ, ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറയാതെ വയ്യ കേട്ടോ. അത്രയ്ക്കും കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ഉമ്മ. അത് എന്താണെന്ന് വെച്ചാൽ ഒരു ഒറ്റ ഇരിപ്പിന് തന്നെ ഒരു 3-4 ഞാൻ കഴിച്ചു കേട്ടോ. അത്രയും ടേസ്റ്റ്. എന്നിട്ട് ഞങ്ങൾ കഴിച്ചിട്ടും കുറേ ബാക്കി ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അമ്മായിയമ്മ എനിക്ക് പിന്നെയും തന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെയും കഴിച്ചു. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാനും കുറേ തന്നു കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ചോറ് കഴിച്ചതിന് ശേഷം ഗുലാബ് ജാം കഴിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറയാൻ പറ്റില്ല, നമ്മൾ ലയിച്ച് അതിൽ അലിഞ്ഞു പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കൂട്ടുകാരെ. എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.